വണ്ടിച്ചെക്ക് നൽകി മലയാളികളുടെ സ്ഥാപനം നിരവധി കമ്പനികളുടെ ചരക്കുകൾ തട്ടിയെടുത്തു എന്ന പരാതിയാണ് ഇന്ന് യുഎഇയിൽ നിന്നുള്ള പ്രധാന വാർത്ത. ചൂട് വർദ്ധിക്കുന്നതിനാൽ യുഎഇയിലെ പള്ളികളിൽ ഇന്നു മുതൽ ജുമുഅ ഖുതുബ ചുരുക്കി നിർവഹിക്കാൻ ആരംഭിച്ചു എന്ന വാർത്തയും അവിടെ നിന്നുണ്ട്. വിശദാംശങ്ങളുമായി ഷിനോജ് സംസുദ്ദീൻ ചേരും. ഒരു എറണാകുളം സ്വദേശി നേതൃത്വം നൽകുന്ന സ്ഥാപനം നടത്തിയ വലിയ തട്ടിപ്പിന്റെ വാർത്തയാണ് ഇന്ന് യുഎഇയിൽ നിന്നും പ്രധാനമായും ഉള്ളത്. വണ്ടിച്ചെക്ക് നൽകി നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് ഏകദേശം 40 മില്യൺ ദിർഹമിൻ്റെ ചരക്കുകൾ കടത്തി എന്നുള്ളതാണ് ഈ എറണാകുളം സ്വദേശി നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിനെതിരെയുള്ള പരാതി. ഇവർ പരാതിയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 20ലധികം സ്ഥാപനങ്ങൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഈ പെരുന്നാൾ അവധിക്ക് ശേഷം ബാങ്കുകളിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോഴാണ് ഇതൊരു വലിയ തട്ടിപ്പിന് താങ്കൾ ഇരയായി എന്ന് യുഎഇയിലെ 20ഓളം സ്ഥാപനങ്ങൾ തിരിച്ചറിയുന്നത്. ബാങ്കിൽ ചെക്ക് സമർപ്പിക്കാനെത്തിയ ഒട്ടുമിക്ക ആളുകൾക്കും ഈ ചെക്ക് അതായിട്ടാണ് കണ്ടത്. ഉടനെ ബർദുബയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഓഫീസിലേക്ക് എത്തിയപ്പോൾ അവർ കാണുന്നത് ആ സ്ഥാപനം അടച്ചുപോയിരിക്കുകയാണ്. 20ലധികം ജീവനക്കാരുണ്ടായിരുന്ന ആ സ്ഥാപനത്തിലെ ആരെയും കാണാനില്ല. ഒരു എറണാകുളം എളമക്കര സ്വദേശിയായ കിരൺ എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ഈ സ്ഥാപനമെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഈ ഇരയായവർ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് വളരെ പ്ലാൻഡായിട്ട് നടന്ന ഒരു തട്ടിപ്പായിട്ടാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ നിരവധി മാസങ്ങളായി കൃത്യമായി പണം നൽകുകയും അല്ലെങ്കിൽ ചെക്ക് നൽകിയാൽ അത് കൃത്യമായി ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു സ്ഥാപനം പെട്ടെന്ന് നിരവധി വലിയ തുകയുടെ സാധനങ്ങൾ കൈപ്പറ്റിയ ശേഷം മുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇത് വലിയൊരു നെറ്റ്വർക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വിവിധ മേഖലകളിലുള്ള സ്ഥാപനങ്ങളെയാണ് ഇവർ സമീപിച്ചിട്ടുള്ളത്. IT, ട്രാവൽ, അതേപോലെ തന്നെ ഹാർഡ്വെയർ തുടങ്ങി നിരവധി മേഖലയിലുള്ള സ്ഥാപനങ്ങളെയാണ് ഇവർ സമീപിച്ചിട്ടുള്ളത്. അവരെ സമീപിക്കുന്നവരെല്ലാവരും വിദഗ്ധരായിരുന്നു, ആ മേഖലയിൽ പരിചയസമ്പന്നരായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ തട്ടിപ്പിനിരയായ കമ്പനികൾ പറയുന്നുണ്ട്. ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. കാരണം ഇത് മിക്ക ബിസിനസ്സുകളെയും ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇത്തരം പ്രവണതകൾക്ക് തടയിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ എംബസിയെയും അടുത്ത ദിവസങ്ങളിൽ കോടതിയെയും സമീപിക്കാനായി ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ള കമ്പനികൾ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെയും സമാനമായ തട്ടിപ്പുകൾ യുഎഇയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും ബിസിനസ് രംഗത്ത് സജീവമായ മലയാളികൾ തന്നെയാണ് ഇതിന് ഇരയായിട്ടുള്ളത് എന്നുള്ളതും കൂടി ഇത്തരത്തിൽ ഓർക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത എന്നുള്ളത് യുഎഇയിൽ എമിറാത്തിവൽക്കരണം നടപ്പാക്കുന്നതിനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള സമയപരിധി, അതായത് ഈ വർഷം 50ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനം ചുരുങ്ങിയത് ഒരാളെയെങ്കിലും ഈ സ്ഥാപനത്തിൽ യുഎഇ സ്വദേശിയെ നിയമിക്കണം എന്നൊരു നിയമമുണ്ട്. അത് ജൂൺ 30-ന് അകം പൂർത്തിയാക്കിയില്ലെങ്കിൽ ജൂലൈ 1 മുതൽ അതിന് പിഴ ഈടാക്കും എന്നൊരു അറിയിപ്പ് യുഎഇ തൊഴിൽ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് വളരെ ചൂട് വർദ്ധിച്ചതിന് ശേഷം നടന്ന വെള്ളിയാഴ്ചയായിരുന്നു. ജുമാ ഖുതുബയുടെ സമയം 10 മിനിറ്റിൽ കൂടരുത് എന്നുള്ളൊരു നിർദ്ദേശം ഇന്നലെ യുഎഇ മതകാര്യ വകുപ്പ് നൽകിയിരുന്നു. അതനുസരിച്ച് ഇന്ന് യുഎഇയിൽ നടന്ന ജുമാ ഖുതുബകൾ വളരെ ചുരുക്കിയാണ് നിർവഹിച്ചിട്ടുള്ളത്. മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് യുഎഇ സ്വദേശികൾ ഏറ്റവും കൂടുതൽ മോഷണത്തിന് ഇരയാകുന്ന 6 രാജ്യങ്ങളുടെ പട്ടിക യുഎഇ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഒന്ന് സ്പെയിനാണ്, മറ്റൊന്ന് UK ആണ്, മറ്റൊന്ന് ഇറ്റലിയാണ്. അങ്ങനെ 6 രാജ്യങ്ങളുടെ പട്ടിക യുഎഇ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഈ പട്ടിക പുറത്തുവിട്ടിട്ടുള്ളത്.